നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ഈ നിമിഷം മാത്രം നമുക്കുള്ളത്. പറയുമല്ലോ, ഇന്നലെ ഇന്നാകല്ലേ, നാളെ ഇന്നാകല്ലേ, യെസ്റ്റർഡേ ടുഡേ ആകല്ലേ, ടുമാറോ ടുഡേ ആകല്ലേ. ഈ നിമിഷം മാത്രം നമുക്കുള്ളത്. അടുത്ത ശ്വാസം നമ്മുടെ കയ്യിലല്ല, ഈ നിമിഷം മാത്രമാണ്. അതിനെന്താ പറയുന്നത്? ഉപ്പുള്ളത്തിൽ നിരന്തരം നല്ലോണം ഒഴിച്ച് ഉപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് പോലെ ഈ നിമിഷത്തിൽ നല്ല കർമ്മം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമുക്ക് മുന്നിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആ ആത്മവിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആത്മവിശ്വാസം ഒരു ബൂസ്റ്റർ റോക്കറ്റ് പോലാണ്. മുന്നോട്ട് പോകാനുള്ള ഡീസൽ നമുക്ക് തരും. മനസ്സിന് ആരോഗ്യമായിരുന്നാൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും. ഇപ്പം ഉപവാസം എടുത്തു, പക്ഷെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഉപവാസം എടുത്തത്. ശരീരത്തിൽ ക്ഷീണം തോന്നിയാലും മനസ്സിന് ആ ഒരു വ്രതം ഉണ്ടെങ്കിൽ ഉന്മേഷമായിട്ട് തന്നെ നമ്മളിരിക്കും. മനസ്സിന് ഞാൻ ഉപവാസമാണ് വരുമ്പോൾ മനഃശക്തി കിട്ടുന്നുണ്ടവൻ. മനസ്സാണ് എല്ലാത്തിനും കാരണമെന്നുള്ളതാണ്. എന്നും ഉപവാസം ഇരിക്കണമെന്നല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നതാണ്. നമുക്ക് നല്ല സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ യൗവനത്തെ കാത്തു സൂക്ഷിക്കാം. നിത്യ യൗവനം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ആരോഗ്യത്തെ പറ്റിയാണ് പറയുന്നത്. മനസ്സിന് ശക്തിയും വീര്യവും ആത്മവിശ്വാസവും ഒരു സാഹചര്യത്തിലും ചോർന്നു പോകാത്ത അവസ്ഥയാണ്. ഒരു നല്ല സ്വപ്നം കാണാം, വെറും ചീത്ത സ്വപ്നം തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ തളർന്നു പോകും. നല്ല സ്വപ്നം കാണും, നല്ല സ്വപ്നത്തിലല്ല ജീവിക്കേണ്ടത്, നല്ല പ്രയത്നിക്കണമെന്നാണ്. നല്ല സ്വപ്നം കാണും, തെറ്റില്ല, നല്ലത്. എന്തിനും ആദ്യം പ്ലാൻ വരച്ചിട്ടാണല്ലോ പിന്നെ നമ്മൾ കെട്ടുന്നത്. ഒരു വീടിന് പ്ലാൻ വരച്ച് പിന്നെയാണ് കെട്ടാൻ തുടങ്ങുന്നത്. ഒരു പാലം പ്ലാൻ വരച്ചാണ് അവനെ കെട്ടാൻ. സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ അതിനകത്ത് ജീവിക്കാൻ സാധിക്കില്ല, അനുസരിച്ച് കെട്ടണം. അപ്പോൾ പ്ലാൻ വരയ്ക്കുന്നില്ല, കെട്ടുന്നതിലായിരിക്കണം. അതാണ് പറയുന്നത്. ഭാവിയെപ്പറ്റി പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, പക്ഷെ പ്ലാനിൽ നമ്മൾ ജീവിക്കരുത്. ശാസ്ത്രപരമായ ഒരു പ്ലാൻ വരയ്ക്കുന്ന പോലാണ്. വീട്ടിലെ പശു പുല്ല് ദിനത്തിലെന്ന് പറയും, പടത്തിലുള്ളതിന് പാല് തരത്തില്ല. അപ്പോൾ ശാസ്ത്രം ഒരു പടം പോലാണ്. നമ്മളനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഫലമുണ്ടാകുന്നത്. അപ്പം ജീവിക്കണം. ശ്രദ്ധ, ക്ഷമ, കാരുണ്യം, ഇങ്ങനെ കുറേ ഗുണങ്ങളെ പറ്റി പറയാം. ആ ഗുണങ്ങൾ നമ്മളെല്ലാം ഉണ്ട്. അതിനെ ഇങ്ങനെ ഉണർത്തിയെടുക്കുക. അടുത്ത സാഹചര്യത്തിൽ അതിനെ എത്ര കണ്ട് നമുക്കതിനെ ഉണർത്തിയെടുക്കാൻ സാധിക്കുന്നു, മറ്റുള്ള മുമ്പിൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, അതുകൂടി വേണം. അങ്ങനെ എല്ലാ ദിവസത്തെയും നമുക്കൊരാഘോഷമാക്കി മാറ്റാം. മറ്റെല്ലാ തീരുമാനം പോലെ സന്തോഷവും ഒരു തീരുമാനമാണ്. എന്തും വരട്ടെ, സന്തോഷമായിരിക്കാൻ ധൈര്യമായി എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്ന പോലെ സന്തോഷം തീരുമാനം തട്ടെ. ആ ഒരു ഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് അമ്മ പറഞ്ഞു, ആത്മവിശ്വാസം എന്ന് പറയുന്നതാണ് റോക്കറ്റ് പോലാണ് എന്ന് പറയാൻ കാരണം. അത് നമ്മൾ കൈവടിഞ്ഞെല്ലാം നമുക്ക് പ്രയത്നിക്കാനേ അധികമുള്ളൂ. അവിടത്തെ ചെയ്യണം ഫലം തരേണ്ടത്. അപ്പോൾ നമ്മൾ നടന്ന് ഫോട്ടോയായിട്ട് അടയ്ക്കണമെന്ന് പിന്നെ നിന്നിരിക്കുക ശിക്ഷിയുടെ അനുഗ്രഹം വേണം. അപ്പോൾ അതുകൊണ്ട് അവിടത്തേക്ക് ശരണാഗതിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ശരണാഗതിയുടെ പ്രയത്നിക്കാൻ ആ ഒരു രീതിയിലാണ്. അപ്പം ഒരു ഗുരുകുലത്തിൽ ശാസ്ത്രം പഠിപ്പിച്ച് പറഞ്ഞ് ഗുരു പഠിച്ചത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം ഉണ്ട് അവിടെ. ഗുരു പറഞ്ഞു, ഇന്ന പോലത്തൊരു മലയുണ്ട്, ആ മലയുടെ മുകളിൽ വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിലെ പഴം വെച്ചിക്കൊണ്ട് വരണം. പക്ഷെ മലയ്ക്ക് കയറാൻ ഒരു ഭാഗം വേണം, അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം അവിടത്തേക്ക് പോയി. ആ ഗേറ്റിന്റെ മുന്നിൽ ഒരു വലിയ പാറക്കല്ലിരിക്കുക. ഓരോരുത്തരോരുത്തർ തെല്ലിയിട്ടും പാറ നീങ്ങുന്നില്ല. അപ്പൊ അവര് കുറച്ച് തെല്ലിയിട്ടെങ്കിൽ തിരിച്ചു വന്നു. അതിൽ 99 ശിഷ്യന്മാരും തിരിച്ചു വന്നു. ഒരാളെ കാണുന്നില്ല, വെളുപ്പം കാലമായിട്ടും കാണുന്നില്ല. വെളുപ്പിലായപ്പോ ഗുരു തിരക്കി ചെന്ന് പയ്യൻ തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞിന് ഇത്ര രാവിലെ വന്ന് നീ പിറ്റേ ദിവസം വെളുപ്പാങ്കാലമായിട്ട് തള്ളിയിട്ട് ഒരു പാറ ശകലം പോലും അനങ്ങിയില്ലല്ലോ മുന്നോട്ട്. നീ വിചാരിച്ച പാറ തള്ളി നിൽക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്. ഗുരുവിനെ നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, ഗുരു, എൻ്റെ കടമ പാറ തള്ളുക എന്നുള്ളതാണ്, അത് മാറ്റേണ്ട അവിടെ നിന്നാണ്. അങ്ങ് തന്നെയല്ലേ വൃക്ഷത്തിന്റെ ഫലം കൊണ്ടുവരാൻ ഉത്തരവിട്ടത്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താനുള്ള തടസ്സങ്ങൾ അങ്ങ് തന്നെ നീക്കിത്തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ശിഷ്യന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഗുരുവിന്റെ ഹൃദയം നിറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത് പാറയുടെ തലത്തിൽ നിന്ന് ഇങ്ങനെ തട്ടിയപ്പോ പാറ മറിഞ്ഞു വീണു. അപ്പൊ പൊളന്നു. കല്ലുള്ളിൽ നിറങ്ങി തിളങ്ങുന്ന രത്നങ്ങളും വൈരങ്ങളുമായിരുന്നു. ഇതുപോലെ ശരണാഗതിയിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ വിലമതിക്കാത്ത അകത്തും പുറത്തുമുള്ള രത്നങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നത്. എന്നുവെച്ചാൽ ഖനി എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലെ ഖനി കണ്ടെത്തുക എന്നുള്ളതാണ്. ഖനി കൊണ്ടുപോകാം.
ആ ശരണാഗതി അവൻ്റെ ഭാഗത്ത് മക്കൾ വിശ്വാസം ഉണ്ടായിരുന്നു, പ്രയത്നം ഉണ്ടായിരുന്നു. എൻ്റെ ഫലം അകത്തും പുറത്തുമുണ്ടായിട്ട് കണ്ടെത്താൻ കഴിയും. മറ്റവർക്ക് ആ വിശ്വാസമില്ല, പറഞ്ഞു കേട്ട് പോയി ചെയ്യേണ്ട കുറച്ച് നേരം തിരിച്ചങ്ങ് വന്നു. നല്ല ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം എന്നുള്ള രീതി. ഇത് ഭക്ഷണവും ഉറക്കമൊന്നും ചിന്തിച്ചില്ല. ഗുരുവിൽ വാക്ക് വിശ്വാസം ഉണ്ടായെന്നത് പ്രയത്നിച്ചു. ബാക്കി അങ്ങനെയാണ് ചെയ്യണം എന്നുള്ളൊരു ഭാവമാണ്. എനിക്ക് പ്രയത്നിക്കാൻ മാത്രമേ അധികാരമുള്ള, ഫലം തരണ്ടം തരാൻ അങ്ങയുടെ കയ്യിലാണ്. ആ ഒരു ഭാവം ശിഷ്യന്. ഒരു ശരിയുള്ള ആധ്യാത്മജീവിയും പട്ടിണി ഉണ്ടെന്ന് മരിക്കേണ്ടി വന്നിട്ടില്ല. ശരണാഗതിയോട് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നേടേണ്ടി വരും. എന്നാലും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ അത് ഒരു ഡിപ്പോസിറ്റ് പോലെ കടക്കും. ഏത് സാഹചര്യം ഈശ്വരിച്ചയെ കണ്ട് സ്വീകരിക്കാനുള്ള സമർപ്പണ ഭാവം വളർത്തിയെടുക്കുക.